ഹായ് കൂട്ടുകാരെ. അങ്ങനെ ദാ ഇന്ന് ഭരണിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇനി കുറേ ജോലികൾ വെച്ചു. അപ്പോൾ അതായത് പായസത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഭരണിക്കാവിൽ ഉത്സവമാണ്, ഭരണി. അപ്പോൾ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സൗകര്യം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഇതാ ബക്കറ്റുകളും ഉള്ളിയും കിഴങ്ങും എല്ലാം ഈ അടുക്കളയിലോട്ട് മാറ്റി. ഇവിടെ വെറുതെ കിടക്കില്ലായിരുന്നോ, പാത്രങ്ങളും എല്ലാം മാറ്റി കേട്ടോ. അപ്പം അവിടെ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ മേശ വെച്ചിരുന്നത്. അത് കുറച്ച് പാത്രം അത്യാവശ്യത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഉണ്ടോ. അതുകൊണ്ട് പിന്നെ സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികൾ കൂട്ടിയിട്ടുണ്ട്, കാണിച്ചു തരും. ചോറ് വയ്ക്കാൻ കലവും കുക്കറും ഒക്കെ എടുത്ത് വെച്ച കേട്ടോ. അപ്പോൾ അതാ ഇതിവിടെ ഉണ്ടായിരുന്ന ചെടി തന്നെയാണ്, പക്ഷേ ഇത്രയും ചെടികൾ ഇപ്പോൾ വെച്ചതാട്ടോ. പിന്നെ നമ്മൾ മുളകും മല്ലിയും മഞ്ഞളും. മേശ ഇവിടെ പോയപ്പോൾ തന്നെ കുറേ സ്പേസ് കിട്ടി. അതിന് വലിയ കാര്യമായിട്ട് തോന്നി. അപ്പം തന്നെ എണീറ്റോണം കേട്ടോ. ഇനി കറക്കം തുറന്നുവിടാൻ. അതാ നമ്മളെ സൂര്യൻ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ട് നേരം വെളുത്തു. അപ്പം ഇനി എൻ്റെ ജോലികളൊക്കെ അപ്പോൾ രാത്രി തന്നെ മലക്കറിയൊക്കെ ഒന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം അരിഞ്ഞ് അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചോറിനുള്ള വെള്ളവും വെച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ജോലികളൊക്കെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ രാത്രി തന്നെ മലക്കറിയൊക്കെ വൃത്തിയാക്കി വെച്ചുകൊണ്ട് പിന്നെ എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തോരൻ പരിപ്പ് വെള്ളത്തിയിട്ടായിരുന്നു. ഇനി അങ്ങനെ ഓരോരോ പരിപാടികളാണ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ വഴക്കായിരുന്നു കേട്ടോ, കയ്യും കാലും വയ്യാതെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. എന്നും പുട്ടും ദോശയും ചപ്പാത്തിയൊക്കെ തന്നെ അല്ലേ. അപ്പോൾ ഒന്ന് വെറൈറ്റി ആവട്ടെ വന്നു. അത് നമ്മൾ ഉത്സവം കൂടെ അല്ലേ. പിന്നെ ഞാൻ കിഴങ്ങും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അങ്ങ് കുക്കറിയിട്ട് വേവിക്കാൻ വെച്ച്. മഞ്ഞപ്പൊടിയും പിന്നെ ഗരം മസാലയും കുരുമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാവ് നനച്ച് വെച്ചു. ഇനി അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മക്കൾ പിഴിഞ്ഞ് തരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് മാവ് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യമേ മോളാണ് പീച്ച് തന്നത്. എനിക്ക് കൈ പാടായെങ്കിലും ഞാൻ ഇടയ്ക്ക് മോള് കിടന്ന് പീച്ചുന്നതുകൊണ്ട് പിന്നെ ഞാനും പീച്ച്. അവൻ പിന്നെ ഉറക്കം എഴുന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ ശല്യം ചെയ്തില്ല. അങ്ങനെ നമ്മൾ അരിയൊക്കെ നല്ല സൂപ്പറായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് തെർമൽ കുക്കറിലോട്ട് മാറ്റണം. അപ്പോൾ രാവിലെ തന്നെ പുകയ്ക്കുന്നൊരു ശീലം എനിക്കുണ്ട് കേട്ടോ. ചന്ദനത്തിരിയായിരുന്നു. പിന്നെ അത് ഈ കുന്തിരിക്കം പോലത്തെ ഈ സാധനം മേടിച്ചുകൊണ്ട് പിന്നെ നല്ല മണം കേട്ടോ. അപ്പോൾ എല്ലായിടവും ചട്ടിക്കകത്ത് കൊണ്ട് വെച്ച് നന്നായിട്ട് പുകയ്ക്കും. അപ്പോൾ ആ മകൾ ഇവിടെ ഇങ്ങനെ ഇടിയപ്പം പിച്ചുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ കിടന്ന് വഴക്ക് പറയുന്നുണ്ട്. കാരണം കൈ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എനിക്കിത് ഭയങ്കര പാടാണ്. ഞാൻ അതുകൊണ്ട് പിച്ചാറില്ല, മക്കളാണ് പിച്ച് തരുന്നത്. അപ്പോൾ ഞാൻ 2 ഉള്ളി അരിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അത് കിഴങ്ങ് കറിക്കുള്ളതാണ്. ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് ഞാൻ വെച്ചു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഉണ്ട പച്ചമുളകിനാണ് എരി കേട്ടോ. ഈ നീളം പച്ചമുളകിന് വലിയ എരിയൊന്നുമില്ല. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പം കിഴങ്ങും നമ്മൾ ആ പൊടികളൊക്കെ നല്ല വെന്ത് വന്നു. അപ്പം നമ്മൾ പിന്നെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം തേങ്ങാപ്പാൽ ചേർക്കാൻ പറ്റി. ഞാൻ പിന്നെ തേങ്ങ അരച്ചു കൊടുക്കുക. അവൾ തേങ്ങാപ്പാൽ ചേർക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേണ്ട, എളുപ്പപ്പണി നോക്കാമല്ലോ. കാരണം ഒരുപാട് ജോലികളുണ്ട് കേട്ടോ. കറികൾ നമ്മൾ സദ്യ ആകുമ്പം അത്യാവശ്യം കറികളൊക്കെ വെക്കണമല്ലോ. എങ്കിലും ഞാൻ പച്ചടി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ അറിയാതെ രസം കൂടെ വെച്ചു. ഈ സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ അത് അക്കു വന്നു അവിടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തെർമലിനകത്ത് വലിയ കലം കയറുന്ന തെർമൽ കുക്കറാണ് കേട്ടോ. അത്യാവശ്യം വലിയ തെർമൽ കുക്കർ വാങ്ങിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള തോനെയും വെക്കേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോഴാ മല്ലിയിലേക്കിട്ട് നമ്മൾ കിഴങ്ങേറി നല്ല സെറ്റാക്കി എടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞ തേങ്ങ അങ്ങ് അരച്ചൊഴിച്ച് വെച്ചതാണ്. അപ്പം മകൾ എല്ലാം നല്ല പീച്ചൊക്കെ വെച്ചിട്ട് ചായ ഇടാനായിട്ട് നിന്നു. അപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ അതാ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം നമ്മൾ തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിയലിന് അരിഞ്ഞ് പെട്ടെന്ന് തന്നെ കുക്കറിലോട്ട് മാറ്റി കേട്ടോ. അപ്പം മോൾ ഇവിടെ നമ്മൾ മുട്ടക്ലോസ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ ചോപ്പറിനകത്തിട്ടെ. ചോപ്പറ് എളുപ്പം കേട്ടോ. ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക, എന്താ പറയുക, ചേർത്തേച്ച് ഒന്ന് കട്ട് ചെയ്തിടണമെന്നേ ഉള്ളൂ. പിന്നെ സാമ്പാറിന് അരിഞ്ഞ് നമ്മൾ പിന്നെ പച്ചടിക്ക് അങ്ങനെ എല്ലാം അരിഞ്ഞ് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ നമ്മളെ കാക്കയും പരുന്തും കൂടെ സൂപ്പർ അടി കേട്ടോ. അങ്ങനെ ഞാൻ അതെടുത്തതാണ്. അവിടെ കൊണ്ട് നമ്മൾ കുറച്ച് വേസ്റ്റ് ഇട്ടായിരുന്നു, അതാണ് 2ഉം കൂടെ അടി. അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, അവിയലൊക്കെ വെന്തു. പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും ഉണ്ടായിരുന്നു തലേന്നത്തെ. പിന്നെ ഇടിയപ്പം റെഡിയായി. പിന്നെ നമ്മൾ കിഴങ്ങ് കറി. അപ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞത് കഴിച്ചിട്ട് നമുക്കിനി അടുത്ത ജോലി തുടങ്ങാം, അല്ലെങ്കിൽ പിന്നെ അങ്ങ് താമസിച്ച് പോകത്തില്ല. ഇന്ന് നേരത്തെ എല്ലാം ചെയ്തു കേട്ടോ. അപ്പോൾ ചിക്കൻ 5-6 പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ കറിയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും ഉണ്ട്. പിന്നെ പരിപ്പ് പപ്പടം, നമ്മൾ സദ്യ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ തന്നെ. അങ്ങനെ തോനെ കറികളൊന്നും ഞാൻ വെച്ചില്ല. പക്ഷേ രസവും സാമ്പാറും വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ സാമ്പാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ട് വന്നിരുന്നു. കുറച്ച് നേരം TV ഉണ്ട്. ഇത്തിരി നേരം റെസ്റ്റ് എടുക്കും കേട്ടോ. എല്ലാം കൂടെ ഒറ്റ സമയത്ത് നിന്ന് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് കിടന്ന് പിടയ്ക്കേണ്ടി വന്നു കേട്ടോ. എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഗസ്റ്റുകൾക്ക് ചോറ് കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഇടിയപ്പം കഴിക്കാനായിട്ട് മോൾ പറഞ്ഞ് കഴിച്ച് നോക്ക് എങ്ങനെ ഉണ്ടെന്ന്.
അപ്പം നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കടുക് വറുക്കാനൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ എല്ലാം വെന്തല്ലോ. ഇനി പരിപ്പ് ഒന്ന് തിളച്ച് ഇത്തിരി ഒന്ന് വറ്റി വരണം കേട്ടോ. ഇച്ചിരി വെള്ളം കൂടുതലുണ്ട്. അങ്ങനെ കടുക് വറുക്കാൻ ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളെന്തോ ചെയ്തെന്നറിയോ, സവാള വെച്ച് തന്നെ എല്ലാം കടുക് വറുത്തു. അപ്പം മകളത്ത് ഞാൻ പറഞ്ഞത് ആ ബ്രഹ്മസലിയൊക്കെ ഒന്ന് പൊടിച്ച് വെക്കുമെന്ന്. അപ്പോൾ അവളാണെങ്കിൽ വലിയ ശക്തി പിടിച്ചിട്ടൊക്കെ പൊടിച്ചെടുക്കുന്ന സാമ്പാറായി. പിന്നെ പച്ചടി, പിന്നെ നമ്മുടെ എന്താണുള്ളത്, പരിപ്പില്ലാത്തൊരു വിശേഷമില്ലല്ലോ. പിന്നെ തോരൻ, ഞാൻ പറഞ്ഞു രസം വെച്ചെന്ന്. അങ്ങനെ ഇത്രയും. പിന്നെ മോള് പപ്പടവും കൂടെ വറുത്ത് വെച്ചായിരുന്നു. അങ്ങനെ ഇത്രയും ജോലി. ഇനി കിടക്കുന്നു വലിയ 2 ജോലികൾ. പായസം വെക്കണം, പിന്നെ നമ്മളെ ചിക്കൻ കറി. പപ്പടം ഞാൻ പറഞ്ഞില്ലേ മോള് വറുത്ത് വെച്ചത്. അങ്ങനെ ചിക്കൻ കറിക്കുള്ളെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ച് എണ്ണയും കടുകും ഇട്ടിട്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ പായസത്തിനും വെച്ചു കേട്ടോ. 2 പേരോടാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ, പെട്ടെന്ന് ചെയ്ത് തീരുമല്ലോ എന്ന് വെച്ചിട്ട്. കാരണം ഒരാൾ പിന്നെ ഒന്ന് നോക്കാൻ പോകുമ്പോൾ ഒന്ന് കരിഞ്ഞു പോകത്തില്ല എന്ന് വെച്ചിട്ട്. അപ്പോൾ മോളൂടെ വന്നു കേട്ടോ. മോള് പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ അത് കോരിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നമ്മളെ ചിക്കൻ കറിക്കുള്ളത് ഒന്ന് റെഡിയാക്കുവാണ് കേട്ടോ. പക്ഷേ കാണുന്ന കണക്കല്ല, എല്ലാം അരിഞ്ഞെടുക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. വീഡിയോ കാണുമ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയില്ലേ. ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു എളുപ്പമില്ലേ. ഇത് നമ്മൾ ചവ്വരിയാണ് കേട്ടോ. നെയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിച്ച് ഒന്ന് കോരി മാറ്റി വെച്ചിട്ട് നമ്മൾ ബ്രഹ്മസലിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് പാലൊഴിച്ച് അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. സാധാ മിക്സ് വെക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഇച്ചിരി തോനെ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ മിക്സ് ആകുമ്പോൾ നമുക്കൊന്നും തികയില്ല. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, പിന്നെ ഏലക്ക, പാല്, ബ്രഹ്മസലി, ഇതൊക്കെ തന്നെ സാധാ. പിന്നെ എനിക്ക് വലുതായിട്ട് അറിയാത്ത എന്താണെന്ന് വെച്ചാൽ അടപ്പായസം വെക്കാൻ കേട്ടോ. അറിയാമെങ്കിൽ വെച്ചാൽ അങ്ങോട്ട് സെറ്റ് ആവത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. 2 വട്ടം വെച്ചിട്ടും സെറ്റ് ആവത്തോട്ട് പിന്നെ ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറി അല്ല കേട്ടോ, ഉള്ളി വഴന്ന് വന്നു. ഇനി ഞാൻ ചിക്കനും കൂടെ തട്ടിയിട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് അതവിടെ വേവില്ല. അപ്പോൾ ഇനി കുളിക്കാൻ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞു മകളെ ഇത് നോക്കിക്കോ, ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട്, എന്ന് വെച്ചാൽ സമയം അങ്ങ് താമസിച്ച് പോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ടാണ് 12:30 മുമ്പേ പോകണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എളുപ്പം ധൃതിയിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. ആദ്യമൊക്കെ എളുപ്പമായിരുന്നു. 8:30 നോക്കിയപ്പോൾ 8:30 ആകുമ്പോൾ എല്ലാം തീർന്നു. പക്ഷേ പിന്നീടുള്ള പണികളാണ് താമസം. എന്ന് വെച്ചാൽ ഉള്ളി അരിഞ്ഞ് എല്ലാം അരിഞ്ഞെടുത്ത് വരുമ്പോഴത്തേക്ക് 1 മണിക്കൂർ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇതാ ചിക്കൻ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി അതിനെ ഒന്ന് അടച്ച് വെച്ചാൽ അത് കുറച്ച് വെള്ളമൊക്കെ വന്നു നന്നായിട്ടങ്ങ് വെന്തോളൂല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അടച്ചിട്ട് എൻ്റെ ജോലികൾക്കായിട്ട് പോയി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വെച്ചാൽ പാലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പോയാലേ മകൾ പിന്നെ ഇളക്കി നോക്കിക്കോളൂല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പാലൊക്കെ ഒഴിച്ച് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ ചവ്വരിയില്ലേ, അതിനെ വറുത്ത് പൊരിച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇതെല്ലാം ഇളക്കി വെച്ചിട്ട് മകളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ പോയി കേട്ടോ. കുളിച്ചിട്ട് വന്ന് എല്ലാം പാക്ക് ചെയ്യണ്ടേ. പാക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷം. പക്ഷേ നമ്മൾ തന്നെ പാക്ക് ചെയ്യണം. ആരും ഇല്ലായിരുന്നു. ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നില്ല. അപ്പോഴതാ ഞാൻ 10 പേർക്ക് കൊടുക്കാൻ പറ്റി കേട്ടോ. അതിൻ്റെ ഒരു നല്ല സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതാ ചിക്കൻ കറി സാമ്പാറും പെട്ടെന്ന് തന്നെ ഞാൻ പാക്ക് ചെയ്ത് ബാക്കി പിന്നെ മോളോട് ഹെൽപ്പ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭരണിക്കാവിലെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയെന്ന് തോന്നിയാണ് കൈപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല. എങ്ങനെയൊക്കെയോ പെട്ടെന്ന് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞു. കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. കറികളൊക്കെ സാമ്പാർ, ചിക്കൻ, പരിപ്പ്, പിന്നെ രസം, പിന്നെ അവിയലും തോരനും പച്ചടിയും ചോറിൽ വെക്കാം. കറിയെല്ലാം പാക്ക് ചെയ്ത് ഇനി നമുക്ക് പായസം കൂടെ ഒഴിച്ച് വെക്കാം. അങ്ങനെ കറികളെല്ലാം പാക്ക് ചെയ്തത് മകൾ വന്നു എനിക്ക് എന്താ പറയുന്നത് പായസം എല്ലാം ഒഴിച്ച് തന്നു കേട്ടോ. അപ്പോൾ കെട്ടാനുള്ളതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കെട്ടി കവറിനകത്തോട്ടൊക്കെ ആക്കുവാണ് കേട്ടോ. കറിയെല്ലാം വേറൊരു കവറിലാക്കി. പിന്നെ ചോറ് ഞാൻ പൊതിഞ്ഞിട്ടില്ല, കാരണം കറിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ എളുപ്പമില്ലെന്ന് വെച്ചിട്ടേ. അപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു കേട്ടോ. കാര്യം നമ്മൾ കൊടുക്കുന്നെങ്കിൽ 1 മണിക്ക് മുന്നേ കൊടുക്കണം. അങ്ങനെ ആ ചോറൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ അവിയലും പച്ചടിയും തോരനും അതിൽ തന്നെ വെച്ചു കേട്ടോ. പക്ഷേ ഒരു അബദ്ധം പറ്റി, പപ്പടം എടുക്കാൻ മറന്നുപോയി. എങ്കിലും കുഴപ്പമില്ല. അവർ പറഞ്ഞ് ഒരു അമ്മ പറഞ്ഞു മോളെ തോനെയും കറി ഉണ്ടായിരുന്നു, എത്രയോ കാലങ്ങളായി ഒരു ചോറ് ഇങ്ങനെ കഴിച്ചിട്ടെന്ന്. എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറഞ്ഞു. എനിക്കത് മതി. അപ്പം ഞാൻ എന്നെ തൊഴുപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ തൊഴുവേണ്ട, ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതി. കാരണം എനിക്കിത് തരാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. അതുപോലെ നിങ്ങളും പ്രാർത്ഥിച്ചാൽ മതി. ആ മോക്ക് കൊണ്ടുവരാൻ കഴിയണേ എന്ന് വെച്ചാൽ ആയുസ് വരാകെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളെല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ എളുപ്പ ധൃതിയിൽ ചെയ്താലല്ലേ നമുക്ക് 12:30 മുമ്പേ പോകാൻ പറ്റുമെന്ന് വെച്ചിട്ടാട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചു. എന്തായാലും ദേവി എനിക്ക് അനുഗ്രഹിച്ച്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടനും എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടാണ് വർഷാപ്പിലോട്ട് പോയത്. അപ്പോൾ തന്നെ എല്ലാം പറക്കി വെച്ച് ചോറും കറികളും നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ എളുപ്പമായി. ഹലോ കൂട്ടുകാരെ, അങ്ങനെ ചോറ് കൊടുത്തിട്ട് വന്ന് ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. ഭയങ്കര ക്ഷീണം, കാരണം ഭയങ്കര വെയിലല്ലേ. അങ്ങനെ പോയിട്ട് വന്ന് 10 പേർക്ക് കൊടുക്കാൻ പറ്റി കേട്ടോ. ഇന്ന് ഭരണിക്കാവിൽ അമ്മയുടെ ഉത്സവമാണ്. അങ്ങനെ ഞാൻ സദ്യ വെച്ചപ്പോൾ അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പൊ വൈകിട്ടിന് ഉത്സവത്തിന് പോകണം. ആ മകളിവിടെ കിടപ്പുണ്ടു, ഉമ്മാ കിടക്കുക, ചോറ് കഴിച്ചില്ല. ഞാൻ പിന്നെ വന്നിട്ട് പെട്ടെന്ന് ചോറ് കഴിച്ചു. എനിക്കങ്ങ് വെപ്രാളമായിപ്പോയി. ഓടിപ്പടച്ച് പോയി.
അങ്ങനെയാണല്ലോ, ധൃതി പിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രാളമായി. അങ്ങനെ അതും ഒരു സന്തോഷമായി. 10 പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലേ. കൊടുക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചാ ദൈവം നമ്മളെ കാക്കും അല്ലേ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്താൽ മനസ്സ് നിറഞ്ഞ് അവര് നമ്മളെ ഓർക്കും. അല്ലാതെ നമ്മൾ ഉള്ളവർക്ക് കൊടുത്താൽ തിന്നും കൊണ്ട് നമ്മൾ കുറ്റം പറയത്തേ ഉള്ളൂ. എന്തിനാ കൊടുക്കുന്നത് അല്ലേ. കാട്ടി വിശന്നിരിക്കുന്നവർക്ക് കൊടുത്താൽ ഒരു നേരമെങ്കിലും അവരിങ്ങനെ ആലോചിക്കും. ആരാന്നൊന്നും ആലോചിച്ചില്ലെങ്കിലും കൊണ്ട് തിന്ന ഒരു എനിക്കതാ ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറ്റുമ്പോഴൊക്കെ ഈ വഴി കിടക്കുന്നവർക്ക് കൊടുക്കുന്നത്. ഞാൻ നമുക്ക് പറ്റുന്നിടത്തോളം കൊടുക്കാം അല്ലേ.